എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ ഏത് നേരവും ഇവിടെ തന്നെയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസും പിന്നെ അതായത് സ്കൈ നല്ല കാണാൻ പറ്റിയ ഒരു സ്ഥലവും ലൈറ്റ് പൊല്യൂഷൻ കുറച്ച് കുറഞ്ഞതുമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കാരാപ്പുഴ ഡാം. ഇവിടെ പിന്നെ അധികം വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറവാണ്. അപ്പോൾ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്തെങ്കിലുമൊക്കെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അതിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നുമല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് മിൽക്കി വേ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക, അതിനെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു സമയത്ത് മിൽക്കി വേ ആ പൊസിഷനിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രെയിം വെക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു വീടോ ഒരു മരമോ തെങ്ങോ എന്തെങ്കിലും നമ്മൾ വെച്ചിട്ട് അതിൻ്റെ പുറകിൽ മിൽക്കി വേ എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മുൻകൂട്ടി അറിയുക എന്നുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ മിൽക്കി വേ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. സ്റ്റാർ വാക്ക് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ അതിൽ കുറച്ച് സത്യമാണ്, അതിൽ കുറച്ചല്ല ഒരുപാട് പരിമിതികളുണ്ട്. ഈവൻ പെയ്ഡ് ആപ്ലിക്കേഷൻ വാങ്ങിയാൽ പോലും നമുക്ക് മിൽക്കി വേ ട്രാക്ക് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊരു ആപ്ലിക്കേഷനാണ്. ഫോട്ടോപിൽസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ നിന്നാൽ മണിക്കൂറുകളോളം സംസാരിക്കും. കാരണം അത്രയും യൂസ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവില്ല, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്, അവരെ കയ്യിൽ തീർച്ചയായും ഉണ്ടാവും. 100% ആൾക്കാരുടെ കയ്യിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പറയാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് മിൽക്കി വേ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ആപ്ലിക്കേഷൻ ഫ്രീ അല്ല, പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ഈ വീഡിയോ ക്ലോസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഈവൻ നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, ഒരു 750 രൂപ കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല, ഇത് നല്ല വെർത്തായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണെന്ന്. ചിലപ്പോൾ നിങ്ങളെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത് പ്ലീസ് കേൾക്കുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും മുന്നേ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ 1-2 ഗുണങ്ങൾ പറഞ്ഞുതരാം. അതായത് മിൽക്കി വേ ഫോട്ടോ എടുക്കുന്നതിന്. ഇപ്പോൾ നമുക്ക് മിൽക്കി വേ ഒരു മരത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പിന്നെ ആ സമയം കൊടുക്കുക. അതായത് പിന്നെ ഇന്ന സമയത്ത് മിൽക്കി വേ എവിടെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഇതാ ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത്, അതിന് എത്ര വർഷങ്ങളായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ദിവസത്തിൽ ഈ സമയത്ത് ഇവിടെ ആയിരിക്കും മിൽക്കി വേ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇതിൽ പ്ലാനർ, സണ്ണ്, മൂണ്, എക്സ്പോഷർ, ഇങ്ങനെ കുറേ മെനൂസ് കാണിക്കും. നമുക്കറിയേണ്ടത് മിൽക്കി വേൻ്റെ പൊസിഷനാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് താഴെ പോയി കഴിഞ്ഞാൽ നൈറ്റ് AR എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുക. അതവിടെ അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ആ ലൈൻസൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നക്ഷത്രങ്ങൾ മിൽക്കി വേ ഒക്കെ അതിൻ്റെ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം മൂവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇനി നമുക്ക് ചിലരെങ്കിലും മൊബൈൽ ഇത് ആദ്യമായിട്ട് സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു റെഡ് കളറിൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ മൊബൈലിൻ്റെ കോമ്പസ് ശരിക്ക് കാലിബറേറ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു റെഡ് കളറിൽ എറർ വരികയാണെങ്കിൽ ഒന്നുമില്ല, മൊബൈൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ വട്ടം കിടക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ കോമ്പസ് കാലിബറേറ്റ് ആവും, ആ എറർ പോയി പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സമയം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും 5:28 അപ്പോൾ ഈ 5:28 മിൽക്കി വേ എവിടെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളിതാ മൊബൈൽ നേരെ ഇങ്ങനെ പിടിച്ചു നോക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആകാശത്താണ്. ഇപ്പോൾ ഈ നവംബർ മാസം എന്നൊക്കെ പറയുന്നത് പിന്നെ മിൽക്കി വേ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് ഹൊറൈസൺ ലെവൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടിയിലേക്ക് പോകും. മിൽക്കി വേൻ്റെ കോർ പാർട്ട് നമുക്ക് ഈ സമയത്തൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഇരുട്ടാകുമ്പോഴത്തേന് മിൽക്കി വേ അത് മറഞ്ഞു പോകും. ഇനി ഒരു ജനുവരി എൻഡ് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ പുലർച്ചെ വരും. ഇപ്പോൾ നമുക്ക് വൈകുന്നേരമാണല്ലോ കാണുന്നത്, പുലർച്ചെ സമയത്താണ് മിൽക്കി വേ റൈസായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ സീസണിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോഴെവിടെയാണ് മിൽക്കി വേ ഉള്ളത് എന്നുള്ളത് മനസ്സിലായി അല്ലേ? ഇനി നമുക്കറിയേണ്ടത്
ഇപ്പോൾ 5:28 ഒരു 8 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് മിൽക്കി വേൻ്റെ കോർ പാർട്ട് എവിടെയായിരിക്കും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വളരെ ഈസിയാണ്. നിങ്ങളിങ്ങനെ പിടിക്കുക, മൊബൈൽ നേരെ മേലേക്ക് പിടിക്കുക, എന്നിട്ട് മൊബൈലിൻ്റെ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഒരൊറ്റ സ്വൈപ്പ് ഇങ്ങനെ ചെയ്യരുത്, വളരെ പതുക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ സ്ക്രീന് നമുക്ക് ഒരു ബ്ലൂ കളറായി. അപ്പോൾ സമയം എന്തായി? 6:51 ആകുമ്പോൾ ഒരു ബ്ലൂ അവറൊക്കെ ആയിരിക്കും സമയം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ ബ്ലൂ അവർ, സിവിൽ ട്വൈലൈറ്റ്, ഇങ്ങനത്തെയൊക്കെ സന്ധ്യാനേരത്തിൻ്റെ ടൈം മാറുന്നതിനനുസരിച്ച് കളറ് മാറുന്ന ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിങ്ക് പോപ്പപ്പ് ആവും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ 6:51 നമ്മുടെ ആകാശമൊക്കെ ഒരു ബ്ലൂ കളറായി. അപ്പോൾ മിൽക്കി വേ എക്സാക്ട്ലി അവിടെയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പതുക്കെ വലത്തുനിന്ന് ഇടതുവശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ മിൽക്കി വേ 7:24 എക്സാക്ട്ലി നമ്മുടെ ഹൊറൈസണിലെ സൺസെറ്റ് ആവുന്ന ആ സ്ഥലത്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളൊരു -30 ഡിഗ്രീൻ്റെ അവിടെ ഒരു റെഡ് ഇത് കണ്ടോ, അതാണ് മിൽക്കി വേൻ്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. ഇത് കാണിക്കുകയാണ്, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ടൈം മുന്നോട്ട് പോവുക. ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് പതുക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പുറകോട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം എവിടെയായിരിക്കും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇനി ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഇന്നത്തെ ഡീറ്റെയിലാണ് അറിയുക. ഇന്ന് 8 മണിക്ക് 7 മണിക്ക് എവിടെയാണ് മിൽക്കി വേ ഉണ്ടാവുക എന്നുള്ളത് അറിയാം അല്ലേ? ഇനി നമുക്ക് ഇതിപ്പോൾ 2020 2021 ഒരു വർഷം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സമയത്ത്, ഒരു ഓഗസ്റ്റ് 15 ആയിക്കോട്ടെ, ഓഗസ്റ്റ് 15 മിൽക്കി വേ ആകാശത്ത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനൊന്നുമില്ല, ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഞാൻ പറഞ്ഞില്ല, നൗ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവിടെ പോവുക, അവിടെ ഡേറ്റ് എന്നുള്ളത് കാണിക്കും. ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഡേറ്റിൽ പോയിട്ട് നമ്മൾ എപ്പോഴാണ് ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 15. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ബാക്കിലോട്ട് പോവുക. അപ്പോൾ ഓഗസ്റ്റ് 15 5:31 മിൽക്കി വേൻ്റെ കോർ പൊസിഷൻ എവിടെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 15 5:21 കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നിങ്ങൾ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള നിങ്ങളെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതൊക്കെ ഈ ഒരു ഫ്രെയിമിൽ ഫോട്ടോ എടുത്താലുണ്ടല്ലോ കിടിലനായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 15 9:53 മിൽക്കി വേ നല്ല സ്ട്രൈറ്റ് ലൈനായിട്ട് ആ തടാകത്തിൻ്റെ അവിടെ, നിങ്ങൾ തടാകം കാണുന്നുണ്ടോ? ആ തടാകത്തിൻ്റെ മേലെ ഉദിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതോ, എൻ്റെ റിമൈൻഡറിൽ കാലണ്ടറിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വേറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഗസ്റ്റ് 15 ഞാൻ ഇവിടെ വരും. ഇവിടുന്ന് മിൽക്കി വേ കറക്റ്റ് ഇങ്ങനെ നല്ല സ്ട്രൈറ്റായി നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി മിൽക്കി വേ ഒക്കെ എന്താ പറയുക, നമുക്ക് വേണ്ട സമയം, ഇതിപ്പോൾ 2021 2025 2030 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോഴൊക്കെ പിൻ പോയിൻ്റ് ആയിട്ട് കാണിക്കും. ഞാൻ നിങ്ങൾക്ക് ഷുവർ തരുന്നു, 1 ഇഞ്ച് പോലും മിൽക്കി വേൻ്റെ പൊസിഷൻ ഈ ആപ്ലിക്കേഷൻ പറയുന്നതിന് മാറില്ല. ഈ ആപ്ലിക്കേഷൻ അത്രയും പക്കയാണ്. ഇപ്പം നിങ്ങൾക്ക് 750 രൂപ കൊടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ വാങ്ങുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് തോന്നുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫീനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മിൽക്കി വേനെയാണ് ട്രാക്ക് ചെയ്തത്. ഇതേപോലെ ഇതേപോലെ നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരുപാട് മെനൂസ് കാണുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്ന 100 കാര്യങ്ങൾ ഒരു 0.1 മാത്രമേ ഉള്ളൂ. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മിൽക്കി വേൻ്റെ പൊസിഷൻ അറിഞ്ഞ പോലെ മൂൺ കാണണമെന്നുണ്ടെങ്കിൽ മൂണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. എപ്പോൾ ഇത് നവംബർ ഫ്രൈഡേ 20 ഇന്ന് മൂൺ റൈസ് ആവുന്നത്, മൂൺ ഉദിച്ചു വരുന്നത് 11:21 രാവിലെ 11:21 ഉദിക്കുന്ന മൂണ് ഇന്ന് രാത്രി 11:07 അവിടെ മൂൺ അസ്തമിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതല്ലാണ്ട് ഇതിൻ്റെ താഴെ AR എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ എന്താ അറിയോ, മൂൺ എവിടെയാണെന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ സ്ക്രീന് നമ്മളെ മൊബൈൽ നേരെ ആകാശത്തേക്ക് പിടിക്കുക.
അവിടെയാണ് മൂണുള്ളത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം, മൂൺ ശരിക്കും കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇനി ആ ഒരു ലൈനില്ലേ, ഇതാ ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് മൂൺ എവിടെയാണ് പോയി സെറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അവിടെ 7 മണിക്ക് അത് അവിടെ മൂൺ എവിടെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, 8 മണിക്ക് എവിടെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി മൂൺ എങ്ങനെ പോകുന്നത് ഓരോ സമയവും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് പതുക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂണതാ സഞ്ചരിക്കുന്ന ആ ലൈനാണ് കാണിക്കുന്നത്. എക്സാക്ട്ലി അവിടെ പോയിട്ട് മൂൺ സെറ്റ് ആവുന്ന സമയം എന്ന് പറയുന്നത് 10:35 ഹൊറൈസൺ ലൈനിൽ തട്ടുന്നത് 10:35. അപ്പോൾ നമുക്ക് ഈ മൂൺ അസ്തമിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ മൂൺ ഉദിച്ചു വരുന്ന ഫോട്ടോയോ അങ്ങനെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് പൊസിഷനൊക്കെ പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷനിൽ തന്നെ വരണമെന്നില്ല, നിങ്ങളെ വീട്ടിലിരുന്നും നിങ്ങളെ പിന്നെ ഇതിന് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങളെ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് പോലും ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരാവുന്നതാണ്. ഫോട്ടോപിൽസ് ആപ്ലിക്കേഷനിൽ ഉള്ള ഇൻഫർമേഷനിൽ വളരെ ചെറിയ ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ആപ്ലിക്കേഷനിൽ. പിന്നെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾ ചോദിച്ചിരുന്ന എഡിറ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യണം, അതും ചെയ്യാം. ഫോട്ടോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഒരു മൾട്ടിപ്പിൾ ഫോട്ടോസ് എങ്ങനെയാണ് ഞാൻ മെർജ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഈ ചാനലിൽ ഫോട്ടോഗ്രാഫി വീഡിയോസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. അതായത് ഇതുപോലുള്ള ലൊക്കേഷനിലൊക്കെ പോയിട്ട് മിൽക്കി വേ ഫോട്ടോ എടുക്കുക, നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കുക, വാട്ടർഫാൾ, ലാൻഡ്സ്കേപ്പ്, സൺസെറ്റ്, സൺറൈസ്, അങ്ങനത്തെയൊക്കെ പിന്നെ ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസാണ്. കുറച്ച് ട്രെക്കിംഗ് ഒക്കെ പോകുന്നത്, ഞാൻ എപ്പോഴും ട്രെക്കിംഗ് പോകാറുണ്ട്. അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ വീഡിയോ. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുക, പിന്നെ മിൽക്കി വേ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുന്ന വീഡിയോസ്, മെയിനായിട്ട് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി വീഡിയോസ് ആയിരിക്കും ഇതിൽ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ പറയുക, കമൻറ്റിൽ ചിലർ എന്നോട് ചോദിച്ചിരുന്നു സയൻസ്, ആസ്ട്രോണമി, ഈ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൂടെ എന്നുള്ളത്. സത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല, എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. എനിക്കറിയാവുന്ന കാര്യം മിൽക്കി വേ എപ്പോൾ എവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മിൽക്കി വേ എപ്പോൾ വരും, നക്ഷത്രങ്ങൾ എപ്പോൾ വരും, പിന്നെ സണ്ണ് എപ്പോഴാണ് പിന്നെ റൈസ് ചെയ്ത് വരിക, മൂൺ എപ്പോഴും ഏത് വലുപ്പത്തിൽ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനറിയാം. ഒക്കെ ഈ ഫോട്ടോപിൽ ആപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ എനിക്കറിയുള്ളൂ, അതേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എൻ്റെ അടുത്ത് ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ എന്ന് പറയുന്നത് ഫുൾ ഫോട്ടോഗ്രാഫി ആയിരിക്കും, മൊബൈൽ ആൻഡ് മിറർലെസ് ക്യാമറ. എൻ്റെ അടുത്തുള്ള സോണി A7 III മിറർലെസ് ക്യാമറയാണ് ഫുൾ ഫ്രെയിം. അപ്പോൾ അത് വെച്ചിട്ടുള്ളതും മൊബൈൽ വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫി ഔട്ട്ഡോർ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാം. ഞാൻ എടുത്തുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഷാജഹാൻ.ഫോട്ടോ എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ എടുത്തുള്ള ഫോട്ടോസ് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ടെങ്കിൽ 500px അങ്ങനെ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്കും എല്ലാ അഡ്രസ്സും ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിന് സത്യം പറഞ്ഞാൽ യാതൊരു റീച്ചും ഇല്ലാതിരുന്നാണ് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കാണുന്നതും മെസ്സേജൊക്കെ അയക്കുന്നത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ പറയാനുള്ള എന്താ, ഓരോ വീഡിയോയും ഞാൻ എൻ്റെ പരമാവധി ഞാൻ മികച്ചതാക്കാൻ ശ്രമിക്കാം. അപ്പോൾ വേറൊന്നുമില്ല ഫ്രണ്ട്സ്, ഇതേപോലെ മിൽക്കി വേൻ്റെയും ലാൻഡ്സ്കേപ്പ് ഫോട്ടോ, അഡ്വഞ്ചർ, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം. ബൈ.